വറ്റൽമുളക് കൊണ്ടുള്ള ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്രേ അളവിൽ തന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ എണ്ണ ചേർക്കാതെയാണ് വറുത്തെടുക്കുന്നത്. വറ്റൽമുളക് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് കനലിൽ വെച്ച് ചുട്ടെടുക്കുകയും ചെയ്യാം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ രുചി ഉണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും. ഇത് മൂത്തു പോകാതെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി തന്നെ വറുത്തെടുക്കണം. വറ്റൽമുളക് നന്നായി മൂത്തിട്ടുണ്ട്. ഉള്ളിയും അതുപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകും ഉള്ളിയും ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് മിക്സിയുടെ ജാറിൽ വെച്ച് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. രുചികരമായ വറ്റൽമുളക് ചമ്മന്തി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചമ്മന്തി ചോറിൻ്റെ കൂടെയും കപ്പ, ചക്ക, ചേന, ചേമ്പ്, കാച്ചിൽ എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ നല്ല കോമ്പിനേഷനാണ്. നല്ല രുചിയാണ് ഇത് കൂട്ടി കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.